ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചെമ്മനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചധികം ശോകരമായിട്ടുള്ള എപ്പിസോഡിലൂടെയാണ് പോകുന്നത്. നമ്മുടെ രേവതിയുടെ ശരത്ത് ചന്ദ്രയുടെ പണം മോഷ്ടിച്ച വീഡിയോ ചന്ദ്ര അറിയുകയാണ്. അതും നമ്മുടെ ശ്രുതി മുഖേന തന്നെ. ശ്രുതി തൻ്റെ കയ്യിൽ കിട്ടിയ സച്ചിയുടെ ഫോൺ ആൻ്റണിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ആൻ്റണി ആ ഒരു വീഡിയോ തനിക്ക് അറിയാവുന്നൊരു യൂട്യൂബറിൻ്റെ കയ്യിൽ കൊടുക്കുകയും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മുഖാരം ഭയങ്കര വൈറലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും തന്നെ ശരത്തിൻ്റെ ഈ ഒരു വീഡിയോ കാണുകയും രേവതിയും രേവതിൻ്റെ വീട്ടുകാരും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മുന്നിൽ നാണം കിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രയേക്കാൾ കൂടുതൽ ദേഷ്യം കൂടുന്നത് നമുക്ക് ശ്രുതിക്കായതുകൊണ്ട് തന്നെ ശ്രുതിക്ക് 8ന്റെ പണി കിട്ടുന്ന ഭാഗം അത് എന്താണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കാണാത്തവരൊന്ന് പോയി കാണുക. അതിനുശേഷം വരുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു, നവീൻ കോമ സ്റ്റേജിലേക്ക് പോയി എന്നും നവീന് ചികിത്സിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ആൻ്റണി ശ്രുതിനെ തൻ്റെ ഓഫീസിലേക്കായിട്ട് വിളിച്ചു വരുത്തുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് ശ്രുതി ആദ്യമൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൻ്റണി പറയുകയാണ്, ഈ ഒരു പണം നീ തന്നില്ല എന്നാണെങ്കിൽ ഇവൻ ഇവിടെ കടന്ന് മരിക്കും. ഇവൻ മരിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പോലീസ് അന്വേഷണം വരും. ഞാൻ മാപ്പ് സാക്ഷിയാകും, കാരണം എനിക്ക് നീ കൊട്ടേഷൻ തന്നാണ്. പക്ഷെ നീ പിന്നീട് ജയിലിൽ പോകുക മാത്രമല്ല, നിൻ്റെ കുടുംബം മുഴുവൻ നശിക്കും. നിനക്ക് പിന്നെ നിൻ്റെ സ്വപ്നങ്ങളൊന്നും നിൻ്റെ ശ്രുതിയോടൊപ്പമുള്ള ജീവിതം അല്ലെന്നാണെങ്കിൽ ബാക്കിയെല്ലാം നീ എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ നീ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം തന്നെ നീ കാര്യങ്ങളൊന്നും തന്നെ വിട്ടു പറയാത്തത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ കള്ളി വെളിച്ചത്താവും. നീ ഒരു പണം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ജീവൻ രക്ഷിക്കാനാവുമെന്നൊക്കെ പറയുന്നതല്ലേ. മനസ്സിലോടെ ശ്രുതി ഈ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ശ്രുതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ആൻ്റണി നേരെ നവീൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ട് ആ ഒരു ഭാഗത്താണ് വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്നത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വിസ്റ്റ് നടക്കുന്ന അപ്പോഴാണ് ശ്രുതി വരുന്ന സമയത്ത് ഓക്സിജൻ്റെ മാസ്ക് ഒക്കെ നവീൻ്റെ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാറ്റുകയും ആൻ്റണി നവീനെ തട്ടി വിളിച്ചതിന് ശേഷം അവൾ പോയി എന്ന് പറയണം. അതായത് നവീനും ആൻ്റണിയും കൂടിയിട്ട് ഒരു നാടകം കളിക്കുന്നുണ്ട് അവിടെ. നവീൻ ആൻ്റണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളോട് എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പണച്ചാക്കാണ്, എനിക്ക് പണം കിട്ടുന്നത് അവളിലൂടെയാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കള്ളത്തിൽ ഒപ്പിച്ചു കഴിഞ്ഞാൽ അവളിൽ നിന്ന് പണം നേടിയെടുക്കാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നവീൻ പറഞ്ഞത് പ്രകാരം ആൻ്റണി അവിടെ കളിച്ചൊരു ചെറിയൊരു കളിയാണ് അത്. ശ്രുതിയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ നേടിയെടുക്കാം. മാത്രമല്ല ഇതിന് പിന്നാലെ പുതിയ കഥകളെ ഇറക്കിക്കൊണ്ട് തന്നെ നവീനെ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു കാര്യം നവീനും ആൻ്റണിക്കും ലാഭം നേടിക്കൊണ്ട് തന്നെ ശ്രുതിക്കുള്ള 8ന്റെ പണി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വമ്പൻ ടിസ്റ്റ് അല്ല, നവീനും ആൻ്റണിയും ഒന്നാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.